മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തില് ക്രൈസ്തവ ദേവാലയങ്ങളിലെ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒരു പ്രോബ്ലവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇസ്ലാമിക ദേവാലയങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും ഒരു പ്രോബ്ലങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും പ്രസ്ഥാനങ്ങളിലെയും ദൈനംദിന പ്രവർത്തനങ്ങളില് രാഷ്ട്രീയക്കാര് കാര്യമായിട്ട് ഇടപെടാറില്ല. അതാത് മതത്തിലുള്ളവർ മാത്രമാണ് ഇടപെട്ടിരുന്നത്. ഇത്രയും കാലമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലും ഒരുപക്ഷെ അമ്പലത്തിനകത്തുള്ളവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായേക്കാം. അല്ലാത്തയിടത്തോളം കാലം ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് പൊതുജന സഹകരണത്തോടു കൂടി നടക്കുന്നുണ്ട്. എല്ലാ അമ്പലങ്ങളിലും ഹൈന്ദവ ജനതയുടെ പ്രതീകമായ, ഹിന്ദുവിന്റെ പ്രതീകമായ ആയിരക്കണക്കിന് വർഷങ്ങളുടെ സിമ്പിളായിട്ടുള്ള കാവി വസ്ത്രം, ശങ്കരാചാര്യർ ഉടുത്തിരുന്ന കാവി, സ്വാമി വിവേകാനന്ദൻ ഉടുത്തിരുന്ന കാവി, അതല്ലെങ്കിൽ ചാണക്യന്റെ കാലത്ത്, അതിനേക്കാൾ മുമ്പ് വേദത്തിന്റെ കാലത്ത് അഗ്നിയുടെ നിറത്തോടടുത്തു വരുന്ന ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതത്തിന്റെ സിമ്പിളായിട്ടുള്ള കാവി, അത് ഹൈന്ദവ ജനതയുടെ പ്രതീകമാണ്. അതാരെടുത്താലും എടുത്തില്ലെങ്കിലും ഹിന്ദു ധർമ്മത്തിന്റെ, ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണ് കാവി. എങ്ങനെയാണോ പച്ച നിറത്തിലുള്ളത് പലപ്പോഴും മുസ്ലിങ്ങളുടെ പ്രതീകമായിട്ട് എടുക്കുന്നത്, എങ്ങനെയാണോ ചുമന്നത് ഡേഞ്ചർ സിഗ്നലും റെഡ് സിഗ്നൽ സ്റ്റോപ്പേജിനും കെയർഫുള്ളായിട്ട് പോകണമെന്നുള്ളതിനും റെഡ് സിഗ്നൽ ഉപയോഗിക്കുന്നത്, അത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായി മാറിയത്, കളറായി മാറിയത്, അങ്ങനെ കാലാകാലങ്ങളിൽ പലതും നിറവും കൊടിയും അടയാളവും ഓരോരുത്തരുടേതായിട്ട് സ്വീകരിക്കുന്നു. അനാദിയായിട്ട് നിലനിന്ന ഹിന്ദു സംസ്കാരത്തിന്റെ ചിഹ്നമാണ് ഈ നിറം. അത് ക്ഷേത്രങ്ങളിൽ കുറെ കാലമായിട്ട് വെക്കാറുണ്ട്. പക്ഷെ അത് RSSന്റേതാണെന്ന് മുദ്രകുത്തി BJPയുടെ കളറുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, BJPയുടെ കൊടിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ലെങ്കിലും അത് BJPയുടേതാണെന്ന് മുദ്രകുത്തി പോലീസും ഭരണവും മുഖ്യമന്ത്രി പദവും എല്ലാം കയ്യിലുണ്ട് എന്ന അമിത വീര്യത്തോടുകൂടി ആരെയൊക്കെയോ നശിപ്പിക്കാൻ, പ്രതിഷേധാത്മകമായി തകർക്കാൻ വേണ്ടി അമ്പലത്തിനകത്തും പുറത്തും മുസ്ലിം യുവാക്കളുടെ സഹായത്തില് ഹിന്ദു യുവാക്കളായ DYFIക്കാര് ഒരു മതസ്പർദ്ധ വളർത്തി അതില് ഇവിടെയുള്ള ഹിന്ദുക്കളെ കേസിൽ കുടുക്കി ഒതുക്കാൻ വേണ്ടി മാത്രം കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ശരിക്ക് അത്ഭുതകരമാം വിധത്തില് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കേന്ദ്രമാവേണ്ട ക്ഷേത്രങ്ങള്, ഉത്സവങ്ങള് ഇപ്പൊ അടിയുടെയും കൊലയുടെയും കത്തിക്കുത്തിന്റെയും എല്ലാം ഗതികെട്ട പ്രദർശന കേന്ദ്രമായിരിക്കുന്നു. RSSന്റെ കൊടിയാണ് വെക്കുന്നതെങ്കിൽ RSSന്റെ കൊടിയും അമ്പലത്തിൽ വെക്കുന്ന കൊടിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊന്ന് നോക്കാനുള്ള മനസ്സുപോലും കാണിക്കാതെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ കൊടി വയ്ക്കാൻ അവകാശമുണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് പച്ച വയ്ക്കാൻ അവകാശമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരുടേതായിട്ടുള്ള കളറുകൾ അതാത് പള്ളിക്കുണ്ടെങ്കിൽ അത് വയ്ക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനികളായ DYFIക്കാരും മുസ്ലിങ്ങളായ DYFIക്കാരും അമ്പലത്തിൽ കൊടികുത്താൻ വന്ന് ഹിന്ദുക്കളായ DYFIക്കാരുടെ കൂട്ടത്തിൽ നിന്ന്
ഹൈന്ദവ സംസ്കാരത്തെയും ക്ഷേത്രത്തെയും ഉത്സവത്തെയും അവൾ വരുന്നവരെയും തകർക്കുന്ന തളർത്തുന്ന ഒരു കാഴ്ച. 100% ആ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയും ക്ഷേത്ര സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയും ഭരണത്തിലിരിക്കുമ്പോൾ അതിശക്തമായും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറെയൊക്കെ തളർന്ന് അല്ലെങ്കിൽ ശക്തി കുറഞ്ഞും ആ ക്ഷേത്രത്തെ ജനങ്ങൾ വരാതെയാക്കാനുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരവരവ് പോലും പാർട്ടി പ്രവർത്തനത്തിലേക്ക് മാറ്റാനുള്ള കുറേ തിന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ പരിണതഫലമായിട്ട് നല്ല ഗംഭീരമായിട്ട് കാണാവുന്ന ഒരു ഗംഭീര ഉത്സവമാണ്, പൂരമാണ്. അതിൽ വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കാവി നിറത്തിലുള്ള ബലൂൺ പറത്തിയും അതിനെ കൗണ്ടർ ചെയ്യാൻ ചുവന്ന നിറത്തിലുള്ള ബലൂൺ പറത്തിയും എയ്യാൽ കാർത്യായനി ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവം അതിഗംഭീരമായിട്ട് നടക്കുമ്പോൾ എയ്യാൽ ഉത്സവപ്പറമ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിറങ്ങളുള്ള ബലൂണുകൾ പ്രദർശിപ്പിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 എയ്യാൽ കാർത്യായനി ക്ഷേത്രപ്പറമ്പിലാണ് സംഭവം. കൂട്ടിയെഴുന്നള്ളിപ്പോടെ 2 വിഭാഗം ചുവപ്പ് ഓറഞ്ച് നിറത്തിലുള്ള ബലൂണുകൾ ഉയർത്തി ചേരി തിരിഞ്ഞ് വെല്ലുവിളികൾ തുടങ്ങിയിരുന്നു. പോലീസ് പലതവണ നിയന്ത്രിച്ച് ശാന്തമാക്കിയെങ്കിലും സംഘർഷം പലയിടങ്ങളിലേക്ക് വ്യാപിച്ചു. നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി. പോലീസിന്റെ അടിയേറ്റും ചിതറി ഓടിയും കുട്ടികളും വീണും കുട്ടികളും സ്ത്രീകളുമടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ആനകൾ പിരിഞ്ഞു പോയതിനാൽ വലിയ അപകടം ഒഴിവായി. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരമ്പലത്തിന്റെ ഉത്സവത്തിൽ യഥാർത്ഥത്തിൽ ബലൂൺ പറപ്പിക്കേണ്ട ആവശ്യവും ഇല്ലല്ലോ, അങ്ങനെ ഒരു ചടങ്ങും ഇല്ലല്ലോ. എന്തിനാവശ്യമില്ലാതെ ഓരോരുത്തരും ഏത് പക്ഷത്തുള്ളവരാണെങ്കിലും അമ്പലത്തിന്റെ കാര്യങ്ങൾ നടക്കാൻ അമ്പലത്തിലേക്ക് വിടുക, അതിലാവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഏതായാലും ഒരു ഭാഗ്യം ഭാരതത്തിന്റെ ജനസംഖ്യയുടെ കഷ്ടിച്ച് 2.5% താഴെ മാത്രമുള്ള കേരളീയര്, അതില് ഒരു ചെറിയ അംശം പകുതിയിൽ താഴെ മാത്രമുള്ള ഹിന്ദുക്കള്, അതില് പകുതിയിൽ താഴെ മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാര്, ഭാരതത്തില് മുഴുവനും പ്രചരിച്ചിരുന്ന പ്രധാന പ്രതിപക്ഷമായിരുന്നത് ചുരുങ്ങി ഇല്ലാതെയാവുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ ഇല്ലാതെയാവുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളെയും കൂടി നശിപ്പിച്ച് അതും കൂടി അവതാളത്തിലാക്കി പോവുക. അതേ പാർട്ടിയിലുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ ദേവാലയത്തിനും അവരുടെ മതത്തിനും ക്ഷതമേൽക്കുന്ന യാതൊന്നും ചെയ്യുന്നുമില്ല. തനി നീചവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ട് പള്ളിയിലച്ചന്മാര് ചെയ്യുകയും ബിഷപ്പുമാരും കർദിനാളും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഈ ഡിവൈഎഫ്ഐക്കാർക്കും CPM-കാർക്കും യാതൊരു പ്രശ്നവുമില്ല. ഓൺലി ഹിന്ദുക്കളുടെ മാത്രം നിലനിൽപ്പിനെ പോലും ഒരു 650 വർഷം വിദേശ മുസ്ലിങ്ങളും അതിനുശേഷം വിദേശ ക്രിസ്ത്യാനികളും ചെയ്തതിനേക്കാൾ നീചവും നിന്ദ്യവുമായിട്ട് ഹിന്ദുക്കൾ മാത്രം ഈ ദുഃഖവും വേദനയും സഹിക്കേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളും ചിന്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.